ഹലോ നമ്മുടെ കേരള മെഡിക്കൽ എൻട്രൻസിന്റെ കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രൊവിഷണൽ ലിസ്റ്റ് ആണ്. പ്രൊവിഷണൽ ലിസ്റ്റ് അനുസരിച്ചിട്ട് ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കാറ്റഗറിക്ക് അഡ്മിഷൻ നോക്കുക, നമ്മളുടെ അടുത്ത സ്റ്റെപ്പുകൾ എന്തെല്ലാമായിരിക്കും, കേരള അലോട്ട്മെന്റ് എന്നാണ് വരിക എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം ജൂലൈ 30 ബുധനാഴ്ചയാണ് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ജൂലൈ 30 ബുധനാഴ്ച വരേക്കും മെഡിക്കൽ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യയിലും കേരളത്തിലും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ടാവും. സോ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ നമ്മളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് സാധനങ്ങൾ പുറത്തേക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇനി എന്താണ് നടക്കാനുള്ളത്, നമ്മുടെ കാറ്റഗറിയിൽ എത്രത്തോളം അല്ലെങ്കിൽ നമ്മുടെ സാധ്യതകൾ എന്തെല്ലാമാണ്, അത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം ആദ്യം നോക്കുക എന്നുള്ളതാണ് കാര്യം. സോ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ കാറ്റഗറിക്കും നിശ്ചിത എമൗണ്ട് ഓഫ് സീറ്റുകൾ കൺഫേംഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ EWS എന്ന് പറയുന്ന കാറ്റഗറി, EWS കാറ്റഗറിക്ക് എത്ര സീറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ വേണ്ടി പറ്റും. ടോട്ടൽ സീറ്റുകളുടെ ഗവൺമെന്റ് സീറ്റുകളുടെ 10%ലേക്കാണ് അത് പോകുന്നുണ്ടാവുക. ഇപ്പോൾ ഒ ബി സി മുഴുവനായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ MU, EZ, LA അങ്ങനെ ഓരോ കാറ്റഗറിക്കും അതിൻ്റെതായ പെർസെൻറ്റേജുകൾ പ്രോസ്പെക്ടസിൽ നിങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് EZ ഐ തിങ്ക് ലൈക്ക് ഇറ്റ് ഇസ് 9% ആൻഡ് ഇവിടെ 8% അങ്ങനെ സാധനങ്ങൾ പറയുന്നുണ്ടാവും. നോട്ട് സ്പെസിഫൈങ് ഓൺ ദിസ് പെർസെൻറ്റേജ്, കൃത്യമായിട്ടുള്ള എണ്ണം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാറ്റഗറി സീറ്റുകളിലൊക്കെ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെയാണ് അലോട്ട്മെന്റ് നടക്കുക, ഇതനുസരിച്ച് നമുക്കിപ്പോൾ കിട്ടിയ റാങ്ക് വെച്ചിട്ട് എങ്ങനെയായിരിക്കും അഡ്മിഷൻ നടക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ നോക്കുകയാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയ ഒരു സാധനമാണ് ഞാൻ കണ്ടതിനകത്ത്. ഇപ്പോൾ നമ്മളുടെ രണ്ടാം റാങ്ക് കിട്ടിയ കുട്ടി, സെക്കൻഡ് റാങ്ക്, കേരള സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടി MU വിഭാഗത്തിൽ പെടുന്ന കുട്ടിയാണ്. അപ്പോൾ സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്ന സാധനം കേരളത്തിന്റെ MU വിഭാഗത്തിലാണ് കിടക്കുന്നുണ്ടാവുക. പക്ഷേ ഈ കുട്ടിക്ക് ആദ്യം അലോട്ട് ചെയ്യുന്നുണ്ടാവുക ഒരു സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ആയിരിക്കും, SM സീറ്റ് ആയിരിക്കും കുട്ടിക്ക് അലോട്ട് ചെയ്യുന്നുണ്ടാവുക. ആ കുട്ടീനെ നമ്മൾ ഒരിക്കലും MU കുട്ടിയായിട്ട് പരിഗണിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഒരു കുട്ടിയുടെ അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ആ കുട്ടി ചോദിച്ച ഓപ്ഷനുകളിൽ, ആ കുട്ടി ചോദിച്ച കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിന്റെ സീറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കും. സോ ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി ഇപ്പോൾ കുട്ടിയുടെ റാങ്ക്, നമുക്ക് ഉദാഹരണമായിട്ട് റാങ്ക് എടുക്കാം. ഒരു 250ാമത്തെ റാങ്കുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം. 250ാമത്തെ റാങ്കുള്ള കുട്ടി ആദ്യം ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്ന, ഒന്നാമത്തെ ഓപ്ഷൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ് ഓപ്ഷൻ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കാന്ന് വെച്ചാൽ, ഈ നമ്മുടെ അലോട്ട്മെന്റ് നടത്തുന്ന സോഫ്റ്റ്വെയർ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ സീറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കും. ഇപ്പോൾ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ ദിസ് കുട്ടി 250ാമത്തെ റാങ്കുള്ള കുട്ടീനെ സ്റ്റേറ്റ് മെറിറ്റിൽ അലോട്ട് ചെയ്ത് കൊടുക്കും. സപ്പോസ് ഈ 250ാമത്തെ റാങ്ക് ഒക്കെ എത്തുമ്പോഴത്തേക്കും സ്റ്റേറ്റ് മെറിറ്റ് തീരുവാണെങ്കിൽ, ഞാൻ 250 സ്റ്റേറ്റ് മെറിറ്റ് തീരുവോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനല്ല ഇവിടെ ആൻസർ ചെയ്യുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാറ്റഗറി നോക്കും. ആ കുട്ടി ഇപ്പോൾ ഏത് കാറ്റഗറിയാണ്, EZ ആണോ അതോ MU ആണോ LA ആണോ, ഏതാ കാറ്റഗറി നോക്കും. ആ കാറ്റഗറിയിൽ സീറ്റ് ഉണ്ടോ എന്ന് നോക്കും. കാറ്റഗറിയിൽ സീറ്റ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ആ കാറ്റഗറിയിൽ സീറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കും. സപ്പോസ് സ്റ്റേറ്റ് മെറിറ്റ് ആദ്യം നോക്കി, സ്റ്റേറ്റ് മെറിറ്റിലും ആ കുട്ടിക്ക് സീറ്റ് അവൈലബിൾ ആയിരുന്നില്ല. ഇനി ആ കുട്ടിക്ക് കാറ്റഗറി നോക്കി, രണ്ടാമതായിട്ട് അവർ നോക്കുന്ന സാധനം എന്തായിരിക്കും, കാറ്റഗറി ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ആ കുട്ടിയുടെ കാറ്റഗറിയിൽ സീറ്റ് നോക്കി, കാറ്റഗറിയിൽ സീറ്റ് നോക്കുമ്പോഴും അവിടെ സീറ്റ് അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടിയുടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, നെക്സ്റ്റ് ഓപ്ഷനിലേക്ക്, സെക്കൻഡ് ഓപ്ഷൻ ഏതാണ് എന്നുള്ള കാര്യം നോക്കുന്നുണ്ടാവുക. സോ അത്തരത്തിലാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ കാറ്റഗറിയിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് മെറിറ്റിലുള്ള സീറ്റുകൾ തീർന്നതിന് ശേഷമാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, കാറ്റഗറി സീറ്റുകൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പരിഗണിച്ച് നോക്കുന്നുണ്ടാവുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ കാറ്റഗറിയുടെ അനുപാതം ഏകദേശം സെയിം ആയിട്ട് തന്നെ വരിക. ആക്ച്വലി നീറ്റ് എഴുതുന്ന കുട്ടികളിൽ ഇത്ര ശതമാനം, അല്ലെങ്കിൽ നീറ്റ് ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾ ഇത്ര ശതമാനം ഈ കാറ്റഗറി ആയിരിക്കും, ഇത്ര ശതമാനം ഈ കാറ്റഗറി ആയിരിക്കും എന്നുള്ള ഒരു അനുപാതം ഏറെക്കുറെ വലിയ വ്യത്യാസമില്ലാതെ തന്നെയായിരിക്കും നമുക്ക് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നമുക്ക് ഇനി നോക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് കാറ്റഗറി ലിസ്റ്റ് അനുസരിച്ച് നമ്മളുടെ സാധ്യതകൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് വേണ്ടത് 2 ഡോക്യുമെന്റുകൾ നമുക്ക് അറിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കണം. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കാന്നുള്ളത്, നമ്മുടെ കാറ്റഗറിക്കുള്ളത് അറിഞ്ഞിരിക്കാന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളേജ് പ്രിഡിക്റ്റർ ആപ്പ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാകും. കോളേജ് പ്രിഡിക്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പേരും കൊടുക്കുക. നിങ്ങളുടെ കേരള റാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കോളേജിലും എങ്ങനെയാണ് വരിക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കോളേജ് പ്രെഡിക്റ്ററിൽ കാണാൻ വേണ്ടി പറ്റും. അത് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഈ നമ്മുടെ ലാസ്റ്റ് റാങ്ക് അതർവൈസ് നിങ്ങൾ കോളേജ് പ്രെഡിക്റ്റർ യൂസ് ചെയ്യുന്ന നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വലിയ ടേബിൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്, ഇത് വെച്ചിട്ട് നോക്കാം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം എടുത്ത് നോക്കാമെന്ന് വിചാരിക്കാം. നമ്മൾ നമുക്കിപ്പോൾ ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് എടുക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ EWS വിഭാഗത്തിന്റെ സാധ്യത എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ കോട്ടയത്തിന്റെ EWS വിഭാഗത്തിന്റെ സാധ്യത എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അത്
നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് EWD, ഇപ്പോൾ കോട്ടയത്തിന്റെ EW എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ വന്നിട്ടുണ്ടാവാം. കഴിഞ്ഞ കൊല്ലം നമുക്ക് കാണാൻ വേണ്ടി പറ്റും, കോട്ടയത്ത് EWS കയറിയ ലാസ്റ്റ് റാങ്ക് 1715 എന്നുള്ള റാങ്കിലാണ് കോട്ടയത്തിന് EW ലാസ്റ്റ് റാങ്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആകെ അറിയേണ്ടത് എന്താ വെച്ചാൽ, ഈ സാധനം ഈ 1715 എന്ന് പറയുന്ന റാങ്ക് EWS കാറ്റഗറിയിൽ എത്രാമത്തെ റാങ്ക് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. അതിനകത്ത് നീറ്റ് ഈ പറയുന്ന കീമിന്റെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ സിഇയുടെ വെബ്സൈറ്റ് അല്ലേ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന സാധനമാണ് സിഇയുടെ വെബ്സൈറ്റ്. നീറ്റ് കീം 2024 എന്ന് എടുക്കുന്ന ഓപ്ഷനിൽ, ഇത് കീം 2024 വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കഴിഞ്ഞ വർഷത്തെ കാറ്റഗറി ലിസ്റ്റ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ കാറ്റഗറി ലിസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസിന്റെ ലിസ്റ്റുകളും സാധനങ്ങളും ഒക്കെ അവിടെ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കാറ്റഗറി ലിസ്റ്റ്, ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കാറ്റഗറി ലിസ്റ്റ് ആണ്. യു ക്യാൻ സീ ദാറ്റ് തിങ്, കാറ്റഗറി ലിസ്റ്റ് 2024 കാറ്റഗറി ലിസ്റ്റ് ആണ് നിങ്ങളിത് ഇവിടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഈ 2024 ഈ കാറ്റഗറി ലിസ്റ്റ് ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് EWS വിഭാഗമാണ് വരുന്നുണ്ടാവുക. ഓരോ വിഭാഗങ്ങളും താഴേക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ. EWS വിഭാഗത്തിൽ നമ്മൾ കോട്ടയത്തിൽ ലാസ്റ്റ് കയറിയത് 1715 എന്നുള്ള റാങ്ക് ആയിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കി വെക്കാം. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റാങ്കിനെ ഒന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാം. 1600 ആണ്. 1748. അപ്പോൾ ഇതവിടെ നോക്കാം, 1715. ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് 1715. 84ാമത്തെ ആളാണ് ഈ ലിസ്റ്റിലുള്ള 84ാമത്തെ EWS വിഭാഗത്തിലുള്ള 84ാമത്തെ ആൾക്ക് കഴിഞ്ഞ വർഷം എവിടെ കിട്ടിയിട്ടുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണത്തെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നോക്കാം. നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ വെൽ ബിയോണ്ട്, ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരു 70 ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഓക്കെ, അപ്പോൾ തേർഡ് അലോട്ട്മെന്റിലേക്ക് കോട്ടയം കിട്ടാൻ എനിക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 80 ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, കോട്ടയത്തിന്റെ ബോർഡർ ലൈനിലാണ് ഞാനുള്ളത്. 86 ആണെങ്കിലും കോട്ടയത്തിന്റെ ബോർഡർ ലൈനിലാണ് ഞാനുള്ളത്. 90 ആണ് എനിക്ക്, അങ്ങനെയാണെങ്കിൽ എനിക്ക് കോട്ടയം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി നോക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെയാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കുക. EWS തന്നെ വേറൊരു മെഡിക്കൽ കോളേജ് നമുക്ക് നോക്കാം. EWS SC ST ഏത് വിഭാഗം നോക്കാൻ വേണ്ടി പറ്റും. ഞാൻ EWS എടുത്തത് മറ്റേ ലിസ്റ്റിൽ ആദ്യമായിട്ട് EWS കിടക്കുന്നു എന്നുള്ള രൂപത്തിൽ മാത്രമാണ്. നമുക്ക് വേറൊരു കാറ്റഗറി നോക്കാം. നമുക്ക് ബാക്ക്വേർഡ് ഹിന്ദു, വെറുതെ ഒരു ഉദാഹരണമായിട്ട് മാത്രം എടുക്കുകയാണ്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബാക്ക്വേർഡ് ഹിന്ദു റാങ്ക് നോക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബാക്ക്വേർഡ് ഹിന്ദു റാങ്ക് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, അത് 686 ആണ്. കഴിഞ്ഞ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ അവസാനമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 686 റാങ്കുള്ള, സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുള്ള കുട്ടി ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും ബാക്ക്വേർഡ് ഹിന്ദു എന്നുള്ളതിന്റെ കാറ്റഗറി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ ലിസ്റ്റാണ്. നമുക്ക് താഴേക്ക് പോയി നോക്കണം, എവിടെയെങ്കിലും ബാക്ക്വേർഡ് ഹിന്ദു എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൽ സ്ക്രോൾ ചെയ്ത് നോക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാളുടെ റാങ്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി എഫേർട്ട് അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യം എന്തായാലും പറയാണ്. ഞാൻ ഗോ ടു ദാറ്റ് ബാക്ക്വേർഡ് ഹിന്ദു എന്നുള്ള രൂപത്തിലേക്ക് നോക്കാം. ബാക്ക്വേർഡ് ഹിന്ദുവിൽ ഈ 686 എന്ന് പറയുന്നത് എത്രാമത്തെ കുട്ടിയായിരുന്നു എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാം, നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഈഴവേന്റെ ലിസ്റ്റിലാണ് നിൽക്കുന്നത്. ഈഴവേന്റെ ലിസ്റ്റിൽ നിന്ന് ഒരുപാട് താഴെയായിരിക്കും ബാക്ക്വേർഡ് ഹിന്ദു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MU ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. MU ലിസ്റ്റിനും താഴെയാണ് ബാക്ക്വേർഡ് ഹിന്ദു. അപ്പോൾ താഴേക്ക് നല്ല രൂപത്തിൽ താഴേക്ക് എന്ത് ചെയ്യാനുണ്ട്, സ്ക്രോൾ ചെയ്ത് പോകാനുണ്ട്. നിങ്ങളുടെ റാങ്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാനിങ്ങനെ ഒരാളുടെ സാധനം അല്ല നോക്കുന്നത് കൊണ്ടുള്ളതാണ് ഇത്ര സമയം എടുക്കുന്നുണ്ടാവുക. ഇത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഡിക്റ്റീവായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം നമ്മളുടെ കാറ്റഗറിയിൽ. സോ ഐ ഗോട്ട് ദാറ്റ് ബാക്ക്വേർഡ് ഹിന്ദുവിന്റെ പേജിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബാക്ക്വേർഡ് ഹിന്ദുവിന്റെ പേജാണ്. എന്നാൽ നമ്മൾ കണ്ടുപിടിച്ച റാങ്ക് 686 അല്ലേ, 686 എന്ന് പറയുന്ന റാങ്ക് ആയിരുന്നു. 686 എന്ന് പറയുന്ന റാങ്ക് ആക്ച്വലി നമുക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് റാങ്ക് 686 ബാക്ക്വേർഡ് ഹിന്ദുവിൽ 23ാമത്തെ കുട്ടിയാണ്. ബാക്ക്വേർഡ് ഹിന്ദുവിലെ 23ാമത്തെ കുട്ടിക്ക് കഴിഞ്ഞ വർഷം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മളെ CMCയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരു 15 ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, യെസ്, ബാക്ക്വേർഡ് ഹിന്ദു 15 എന്തായാലും ഞാൻ കാലിക്കറ്റ് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 20 ആണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും, ഐ ആം ബോർഡർ ലൈൻ. 25 ആണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും, ഐ ആം ബോർഡർ ലൈൻ. ഒരു 35 ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഇല്ല, കാലിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രൂപത്തിൽ പറയാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ നമുക്ക് ഓരോ കാറ്റഗറികളുടെയും ലാസ്റ്റ് റാങ്ക് ഇങ്ങനെ നോക്കാം. ലാസ്റ്റ് റാങ്ക് നിങ്ങൾ തപ്പി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കമന്റിൽ ഞാൻ കോളേജ് പ്രെഡിക്റ്റർ ടൂൾ വെക്കാം. അവിടെ നിങ്ങളുടെ റാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറിക്ക് ഓരോ കോളേജിൻ്റെ ഉള്ള ലാസ്റ്റ് റാങ്ക് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ആ ലാസ്റ്റ് റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മുടെ സാധ്യതകൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ സാധ്യതകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അലോട്ട്മെന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റിന് യാതൊരു തരത്തിലും ഇത് ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾക്ക് കിട്ടാനുള്ള സാധ്യതകളല്ലേ, അലോട്ട്മെന്റിന് നമ്മൾ എങ്ങനെ
ഓപ്ഷൻ കൊടുക്കേണ്ടത്? കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഓപ്ഷൻ കൊടുക്കേണ്ടത് നമ്മളുടെ സാധ്യതകൾ നോക്കിയിട്ടല്ല. ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നോക്കണോ, കാറ്റഗറി റാങ്ക് നോക്കണോ, നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഓപ്ഷൻ കൊടുക്കുന്നത് ഓൾവേസ് നമ്മളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ നോക്കുകയാണെ ഒരു കുട്ടിക്ക്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 23 BH ഉള്ള കുട്ടി, BH ബാക്ക്വേർഡ് ഹിന്ദു 23 ഉള്ള കുട്ടിക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു BH റാങ്ക് തന്നെ ഒരു 55 ഉള്ള കുട്ടിയാണോ എന്ന് വിചാരിക്കുക. 55 ഉള്ള കുട്ടിക്ക് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ ഒന്നാമത്തെ ഓപ്ഷൻ, ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ ആ കുട്ടിയുടെ ഒന്നാമത്തെ ഓപ്ഷൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് വെക്കാം, ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വെക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ആ കുട്ടിക്ക് വേണമെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വെക്കാം. കുട്ടിക്ക് ഇഷ്ടമുള്ള പോലെയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ഈ ലാസ്റ്റ് റാങ്ക് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലാസ്റ്റ് റാങ്ക് നോക്കുന്നത് നമ്മളുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇതാണ് ഇതിനകത്ത് കാര്യം. ഇനി പ്രൊവിഷണൽ, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രൊവിഷണൽ, താൽക്കാലികമായിട്ടുള്ള ലിസ്റ്റാണ്, പ്രൊവിഷണൽ ലിസ്റ്റാണ്. ഇതിനകത്ത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം, ഇതിപ്പോൾ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സെയിം ഡേ ആണ്, 4 മണിക്കുള്ളിൽ സീനെ അറിയിക്കണം. അതിൻ്റെ താഴെ സ്ക്രോളിൽ, നമ്മൾ താഴെ പബ്ലിഷ് ചെയ്യുന്ന സ്ക്രോളിനകത്ത് അതിൻ്റെ വെബ്സൈറ്റിന്റെ ഐഡിയും സാധനങ്ങളും ഒക്കെ വെക്കുന്നുണ്ട്. ആ സ്ക്രോളിലേക്ക്, അതിനകത്തേക്ക് എന്ത് ചെയ്യുക, സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ സാധനങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ്. കാറ്റഗറി ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാർക്ക്, ഇഫ് നോട്ട് ഇൻ കാറ്റഗറി ലിസ്റ്റ്, നിങ്ങൾ കാറ്റഗറി ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടില്ല, റിസർവേഷൻ ഉണ്ടാവില്ല. നിങ്ങളെ സ്റ്റേറ്റ് മെറിറ്റിൽ അഥവാ ജനറൽ കാറ്റഗറി ആയിട്ടേ പരിഗണിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് നോക്കണം? കാറ്റഗറി ലിസ്റ്റ് പ്രൊവിഷണലിൽ നമ്മളുടെ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അഥവാ പ്രൊവിഷനിൽ വന്നിട്ടില്ല, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീനെ അറിയിക്കുക. ഫൈനൽ കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് റിസർവേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം, ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മുടെ അലോട്ട്മെന്റ് എവിടെ വരെ എത്തി സാറേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അലോട്ട്മെന്റിൽ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് 2 അലോട്ട്മെന്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വന്നിരിക്കുന്ന സാധനം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ്. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിംഗ് ഓപ്ഷൻ അല്ലെങ്കിൽ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്ന സാധനം, അത് നമ്മൾ ഈ നാളെ വരെ 31-ാം തീയതി വരെ, 31 ജൂലൈ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻ കൊടുക്കാനുള്ളവർക്ക് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. നാളെ വൈകുന്നേരം വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഇനി ലോക്ക് ചെയ്തില്ല എന്നോർത്തും കുഴപ്പമില്ല എന്നുള്ളതാണ്. ആൻഡ് അവർ പറയുന്നു ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. ജോയിനിങ് ഡേറ്റ്, നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഡേറ്റിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഈ ഷെഡ്യൂളിൽ ഇനി മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിന്റെ അലോട്ട്മെന്റ് ഫൈനൽ, നമ്മളിപ്പോൾ അറിയാലേ കേരള മെഡിക്കൽ അലോട്ട്മെന്റ് ഉണ്ട്, കേരള അലോട്ട്മെന്റ് ഉണ്ട്. കേരള അലോട്ട്മെന്റ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ റൗണ്ട് 1ന്റെ റൗണ്ട് 1 റിസൾട്ട് വരുന്നത് ഇതിന് മുന്നേ ആയിട്ട് വരണം. ഇതിന് മുന്നേ ആയിട്ട് വരും. ഫസ്റ്റ് റൗണ്ടിന് അത്ര വലിയ പ്രാധാന്യമില്ല, കാരണം ഫസ്റ്റ് റൗണ്ടിന്റെ നിയമങ്ങൾ കുറച്ച് എളുപ്പമുള്ള നിയമങ്ങളായതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിന് ഇപ്പോൾ ഫീസ് നഷ്ടപ്പെടുകയോ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഫസ്റ്റ് റൗണ്ടിന് അത്ര പ്രാധാന്യമില്ല. പക്ഷേ നമുക്കറിയാൻ വേണ്ടി പറ്റും, ഇവിടെ ഓൾ ഇന്ത്യ ജോയിനിങ് ഡേറ്റ് 4 to 8 ആയതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിന്റെ റിസൾട്ട് വരേണ്ടത് മിനിമം ഒരു 7-ാം തീയതിയോ 8-ാം തീയതിയോ ആയിട്ട് എന്ത് വരണം, റിസൾട്ട് വരണം. കേരളയുടെ 7-ാം തീയതിയോ 8-ാം തീയതിയോ ആയിട്ട് കേരള അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക, കേരളത്തിൽ നിൽക്കണോ അതോ ഓൾ ഇന്ത്യ പോകണോ എന്നൊക്കെ തീരുമാനിക്കണ്ടേ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഓൾ ഇന്ത്യയിൽ നമുക്കിപ്പോൾ തൃശ്ശൂർ കിട്ടി, അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ തൃശ്ശൂർ കിട്ടി, ആ കുട്ടിക്ക് കേരളത്തിൽ കോഴിക്കോട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ 7-ാം തീയതിയോ 8-ാം തീയതിയോ ആയിട്ട് റിസൾട്ട് വരണം. 7-ാം തീയതി 8-ാം തീയതി ആയിട്ട് കേരളത്തിന്റെ റിസൾട്ട് വരണമെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും, അതിന് അവർക്ക് 6-ാം തീയതി 7-ാം തീയതി 5-ാം തീയതി ഒക്കെ അതിന് എന്ത് വേണ്ട, അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ സമയം വേണം. പ്രോസസ്സിങ് ടൈം അവർക്ക് നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മുടെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വെക്കുന്നത് അവർ മിക്കവാറും ഈ പറയുന്ന 5-ാം തീയതി, 4-ാം തീയതിയോ 5-ാം തീയതിയോ ആകുമ്പോഴത്തേക്കും ചോയ്സ് ഫില്ലിംഗ് തീരും. ചോയ്സ് ഫില്ലിംഗ് എന്ത് ചെയ്യുന്നുണ്ടാവും, തീരുന്നുണ്ടാവും. എൻഡ് ഡേറ്റ് ആയിരിക്കും. അപ്പൊ എന്ന് ചോയ്സ് ഫില്ലിംഗ് തുടങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു 3-4 ദിവസമെങ്കിലും തരണം. സോ ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഓൺ 31st, മേ ബി ടുമോറോ, അല്ലെങ്കിൽ 1-ാം തീയതി, 1st of ഓഗസ്റ്റിലൊക്കെ ആയിട്ട്, ഓഗസ്റ്റ് 1-ാം തീയതി ആയിട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ദ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ ആണ്. സപ്പോസ് ഇഫ് ഓൾ ഇന്ത്യയിൽ ഇവിടെ ചേഞ്ച് വരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവാം. നാളെയോ മറ്റന്നാളോ ആയിട്ട് കേരള അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും.
4-ാം തീയതി 5-ാം തീയതി വരെ ചോയ്സ് ഫില്ലിംഗ് കിട്ടും, പ്രോസസ്സിംഗ് നടക്കും. കാരണം 7-ാം തീയതി 8-ാം തീയതി ആയിട്ട് നമുക്ക് എന്ത് തരണം, നമുക്ക് റിസൾട്ട് തരണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നമ്മൾ കൊടുക്കാത്ത ആൾക്കാർക്ക് ഇനി ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. ചോയ്സ് ഫില്ല് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഓപ്ഷൻ ഉണ്ട്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഈ റൗണ്ടിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ വീണ്ടും രജിസ്റ്റർ ചെയ്ത് വീണ്ടും നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ കേരള അലോട്ട്മെന്റ് അങ്ങനെയല്ല. കേരള ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ മുഴുവൻ ഓപ്ഷനുകളും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഓപ്ഷനുകളും കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ അലോട്ട്മെന്റ് തുടങ്ങുന്ന ഡേറ്റ് പ്രോബബ്ലി 30-ാം തീയതി 1-ാം തീയതി ഒക്കെ ആയിട്ട് വരും. വി വിൽ ഗെറ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ 3-4 ദിവസം ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിയോറിറ്റി ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെക്കുക. ഈ പ്രിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത് ലാസ്റ്റ് റാങ്കിന്റെയോ കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിലാണോ? ഞാൻ അങ്ങനെ തന്നെ എഴുതി വെക്കാം കേട്ടോ. ലാസ്റ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണോ, കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ കാറ്റഗറി റാങ്കിന്റെ അടിസ്ഥാനത്തിലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതിന്റെ ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ പ്രിയോറിറ്റി ലിസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് കോളേജിലാണ് നമ്മൾ പോകേണ്ടത്, കിട്ടിയാൽ പോകുന്ന കോളേജുകൾ മാത്രം കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കോളേജ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻ വെച്ചു, അത് കഴിഞ്ഞിട്ട് ആ കോളേജ് കിട്ടി, എന്നിട്ട് പറയുകയാണ് എനിക്ക് ഈ കോളേജ് വേണ്ടായിരുന്നു, ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്നില്ല, ജോയിൻ ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരരുത്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയാൽ പോകുന്ന കോളേജുകൾ മാത്രം വെക്കുക. ഉദാഹരണത്തിന് പറയാൻ കേട്ടോ, പാലക്കാട് മെഡിക്കൽ കോളേജ് കിട്ടിയാൽ നിങ്ങൾ പോകുമെന്നുള്ള ആരും ആലോചിക്കുക. നിങ്ങളുടെ സാഹചര്യം കൂടി പരിഗണിക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ പറയാണ് ഞാൻ എയിംസ് കിട്ടിയെങ്കിലേ പോവുള്ളൂ എന്നെല്ലാവർക്കും വിചാരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടിയെങ്കിലേ പോവുള്ളൂ എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മുടെ റാങ്ക് അനുസരിച്ച്, നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട്, നമ്മുടെ പ്രിഫറൻസുകൾ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയാൽ പോകുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റ് അനുസരിച്ചുള്ള ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാണ്, കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള സാധനങ്ങൾ നോക്കുക. അതിന് ഈ ലാസ്റ്റ് റാങ്കോ കട്ട് ഓഫ് റാങ്കോ കാറ്റഗറി റാങ്കോ ഒക്കെ നമ്മുടെ സാധ്യതകൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4-ാം തീയതി 5-ാം തീയതി വരെയൊക്കെ സമയം ഉണ്ടാവും. 5-ാം തീയതി 6-ാം തീയതി 7-ാം തീയതി ഒക്കെ CE പ്രോസസ് ചെയ്യാനുള്ള സമയമാണ്. 7-ാം തീയതി 8-ാം തീയതിക്ക് ഉള്ളിൽ നമ്മളുടെ റിസൾട്ട് വരും. വൈ ഐ ആം സെയിങ് സോ ബിക്കോസ് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് 8-ാം തീയതി ഓൾ ഇന്ത്യയിൽ ലാസ്റ്റ് ഡേറ്റ്, ജോയിൻ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിട്ടെങ്കിലും നമുക്ക് അറിയണം കേരളത്തിലുള്ള നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ്. സോ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഉണ്ടാവുക. ഫർദർ അപ്ഡേറ്റുകൾ ഇപ്പോൾ നാളെ കേരളത്തിന്റെ പ്രോസ്പെക്ടസോ സാധനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മൾ അപ്ഡേറ്റ്സ് വീഡിയോ ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ടുള്ള വളരെ ചെറിയ വീഡിയോസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഡൗട്ടുകൾ താഴേക്ക് പോസ്റ്റ് ചെയ്തോളൂ. മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ടോപ്പയിലുള്ള റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ അഡ്മിഷൻസ് 2-3 ദിവസത്തിൽ ക്ലോസ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ബാച്ചിലേക്ക് ഒരു 50 സീറ്റ്സ്, ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു 150 സീറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 50 സീറ്റ്സിന്റെ കൂടി റിമൈനിങ് ആണ് ഉണ്ടാവുക. അതിനുശേഷം അഡ്മിഷൻസ് ക്ലോസ് ചെയ്യും. പിന്നെ റിമൈനിങ് ബാച്ച് ഏതെങ്കിലും സീറ്റ് ഫില്ല് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അതിനകത്തേക്ക് ജോയിൻ ചെയ്യാവുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. ഒഫീഷ്യലി അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സപ്പോസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഒരു സേഫർ ഓപ്ഷൻ, അതായത് നമുക്ക് ഉടനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർ ചെയ്യുന്നുണ്ട്. വിൽ സീ ഓൺ അനദർ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം പരിഗണിക്കുക. സംശയങ്ങൾ കമന്റുകളായിട്ട് പോന്നോട്ടെ, നമ്മൾ എന്ത് ചെയ്യാം ആൻസർ ചെയ്ത് തരാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.